സീക്രട്ട് ഞാൻ ഇത് ഈ ഭരണിയിലാക്കി കൊണ്ടുവരണമെങ്കിൽ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട്. ചെയ്യുന്ന വിധവും പറയത്തില്ല. ബി പി ഒക്കെ നിമിഷ നേരം കൊണ്ടല്ലേ കുറയുന്നത്. നിമിഷ നേരം കൊണ്ടല്ലേ ബി പി കുറയും. ബി പി ആയാലും കൊളസ്ട്രോൾ ആയാലും നിമിഷ നേരം കൊണ്ടാണ് കുറയുന്നത്. നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള സകലമാന അസുഖങ്ങളും ഇതുകൊണ്ട് മാറിക്കിട്ടും. അത് വയറ്റിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമസ്കാരം. ഇത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ശരിക്കും സ്ഥലത്തിൻ്റെ പേര് മൈലക്കുഴി അല്ലേ? മൈലപ്ര. ഒരു അമ്മയെ പറ്റിയുള്ള വാർത്തയല്ല ഞാൻ കണ്ടത്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നെ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നു. ഇങ്ങനൊരു സംഭവമുണ്ട് പത്തനംതിട്ടയിൽ, ഇത് ഒരു അമ്മ ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഫലപ്രദമായിട്ട് അത് ആവുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ എത്തിയതാണ്. പത്തനംതിട്ടയാണ്, മൈലപ്രയാണ്, ജൈനാമ്മയാണ് ഉള്ളത്. ദീർഘകാലമായിട്ട് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തൊരു അമ്മയും കൂടിയാണ്. അമ്മ നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. എന്താണ് സംഭവം? എന്താണ്? നമുക്ക് പരമ്പരാഗതമായിട്ടൊരു ചെറിയൊരു ന്യൂട്രീഷൻ ജ്യൂസിൻ്റെ ഒരു പരിപാടി, പരമ്പരാഗതമായിട്ടുള്ളതായ ഈ മരുന്നിൻ്റെയൊക്കെ പരിപാടി നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2000 മുടി വളരുന്ന എണ്ണ നമ്മളത് നിർമ്മിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് തുമ്മൽ, തലവേദന, കഫക്കെട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഞങ്ങൾ ചെറിയ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണ ടൈം വന്നപ്പോഴത്തേക്കിന് അതിന് ചെറിയൊരു ഡൗൺ ആയി. പിന്നീട് നമ്മൾ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പെൻഷനായത്. പെൻഷനായപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് സമയം പോകുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്, സമയം പോകുമല്ലോ, ജനങ്ങൾക്കും അത് തൃപ്തികരമായ കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ന്യൂട്രീഷൻ ജ്യൂസ് നിർമ്മിക്കാൻ ഭാവിച്ചു. അത് ഞങ്ങൾ തന്നെ നേരത്തെ ഇതൊക്കെ നിർമ്മിച്ച് കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിനെ അസുഖങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല. എനിക്കാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ആളാണെന്ന് അറിയാമല്ലോ. എന്നിട്ടും എനിക്ക് ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ അല്പം കഴിക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ടൊന്നൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കഴിച്ചവർക്ക് ഷുഗറ് പ്രഷറ് അതൊക്കെ മാറുന്നുമുണ്ട്. അതായത് ഇതിനകത്തിൽ കെമിക്കൽസ് ഒന്നും ചേർന്നിട്ടുള്ളതല്ല. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായ ലീവ്സ്, ഫ്രൂട്ട്സ്, പ്ലാന്റ്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ ഒരു ന്യൂട്രീഷൻ ജ്യൂസ്, ഇതാണ് നമ്മുടെ ജ്യൂസ്. ഇത് നാച്ചുറൽ. ഇതിനകത്ത് ഇത് പിന്നെ ഇങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കുമ്പോൾ കാണുന്നവർ വിചാരിക്കും ഇത് വൈനാണോ എന്ന് വിചാരിക്കും. പക്ഷേ വൈനിന് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ഇതിനകത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. ഇതിൻ്റെ ഈ ഗുണഗണങ്ങളെല്ലാം തെളിഞ്ഞു വന്നത് ഈ ഭരണിയിലാണ്. നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ എല്ലാ സീക്രട്സും. ഈ ഭരണിയിലായതുകൊണ്ട് തെളിഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ കാണുന്നവരായിരിക്കും വൈൻ. യഥാർത്ഥത്തിൽ വൈനിൻ്റെ രൂപസാദൃശ്യം മാത്രമേ ഇതിനുള്ളൂ. ഇതിനകത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. പക്ഷേ ഇതിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മൾ ഇത് കൊണ്ടുപോയി ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തു. നമ്മളിത് ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇതിനകത്തിൽ നല്ല കാര്യങ്ങളും നമുക്ക് എനർജി, മോയ്സ്ചറൈസ്, ഒരുപാട് ഗുണഗണങ്ങൾ ഇതിനകത്തിലുണ്ട്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത് പൊതിനേഞ്ചി എന്ന് പറയും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള സകലമാന അസുഖങ്ങളും ഇതുകൊണ്ട് മാറിക്കിട്ടും. അത് വയറ്റിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ രണ്ടാമതൊരെണ്ണം പ്രഷറ്, കൊളസ്ട്രോള്, ബി പി അത് കുറയുന്നതാണ് രണ്ടാമത്തേത്. അത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ കൊഴുപ്പ് കുറയും. രക്തത്തിൽ കൊഴുപ്പ് കൂടുമ്പോഴാണ് ഈ പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഒക്കെ ഉണ്ടാകുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൻ്റെ കൊഴുപ്പ് കുറയും. കൊഴുപ്പ് കുറയുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ കംപ്ലീറ്റ് മാറുമല്ലോ. അപ്പോൾ സ്ട്രോക്ക് വരത്തില്ല, അറ്റാക്ക് വരത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരു സ്പൂൺ കഴിച്ചാൽ മതി, അതങ്ങ് മാറിക്കോളൂ. എന്നും കഴിക്കണമെന്നൊന്നുമില്ല, വല്ലപ്പോഴും കഴിച്ചാൽ മതി. അതിനുശേഷമാണ് ബി പി ഒക്കെ നിമിഷ നേരം കൊണ്ടല്ലേ കുറയുന്നത്. നിമിഷ നേരം കൊണ്ടല്ലേ ബി പി കുറയും. ബി പി ആയാലും കൊളസ്ട്രോൾ ആയാലും നിമിഷ നേരം കൊണ്ടാണ് കുറയുന്നത്. പിന്നെ രക്തത്തിന് അതിലെ കൊഴുപ്പ് കൂടുമ്പോഴാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത്. ആ കൊഴുപ്പ് കുറയുന്ന സാധനമാണത്. അത് അങ്ങനെ കൊളസ്ട്രോൾ, അത് നമ്മൾക്കൊരു 80, 110 എന്നുള്ള അല്ലെങ്കിൽ 120 എന്നുള്ള ഒരു കണക്കുണ്ട്. അതിൽ കൂടുതലൊക്കെ ഉള്ള ആൾക്കാർ ഒരു ദിവസം ഒരു സ്പൂണെങ്കിലും കഴിച്ചാൽ മതി. എന്നും കഴിക്കണമെന്നില്ല, വല്ലപ്പോഴും കഴിച്ചാൽ മതി. പിന്നെ അവർ കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കണം. ഇനി അതല്ല, കൊഴുപ്പ് കലർന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അന്നത്തെ ദിവസം അവരതിലൊരു സ്പൂൺ കഴിച്ചാൽ മതി. അപ്പോൾ ആ രക്തത്തിനകത്തിലോട്ട് കൊഴുപ്പ് കൂടുതലോട്ട് വ്യാപിക്കത്തില്ല. പിന്നെ 3-മതൊരെണ്ണമാണ് നമുക്ക് ഷുഗറിൻ്റെ. അത് ശരിക്കും കയ്പാണ്. നമ്മളത് 48 കൂട്ടം സാധനങ്ങൾ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ആ സാധനം. അത് നല്ല കയ്പാണ്. അത് കഴിച്ചു കഴിയുമ്പോഴേ ഷുഗർ മാറും. ഈ ഉപയോഗിക്കുന്ന സാധനത്തിന് പേരൊന്നും പറയില്ലല്ലേ? ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് 1-ാം നമ്പറിൽ സീക്രട്ട് ഞാൻ ഇത് ഈ ഭരണിയിലാക്കി കൊണ്ടുവരണമെങ്കിൽ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട്. ചെയ്യുന്ന വിധവും പറയത്തില്ല. പിന്നെ ഇതിനകത്തിൽ ചേർത്തിട്ടുള്ളതായ കുറേ സാധനങ്ങളുടെ ഇത് ലേവല് മണ്ടയിൽ അടിച്ചിട്ടുണ്ട്. എല്ലാം ഉള്ള നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ
ഒരെണ്ണം, നാലാമതൊരെണ്ണമാണ് മൂത്രത്തിൻ്റെ. ചിലർക്ക് മൂത്ര സംബന്ധമായ അസുഖങ്ങളുണ്ട്, അവർക്ക് പ്രോസ്പറേറ്റ് ഗ്രന്ഥിയുടെ അസുഖങ്ങളുള്ളവരാ. അത് കഴിച്ചു കഴിഞ്ഞാൽ മൂത്ര ലെവലേ പോകും. അതും കഴിച്ചവരുണ്ട്, ഒരുപാട് കഴിച്ചവരാരും ഇന്ന് വരെ എടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അവർ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിക്കും. നമുക്കിത് പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കാം. പ്രവാസികളാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. അത് അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് രോഗം അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ വരുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് രോഗമുണ്ടെങ്കിലും കഴിക്കാം, രോഗമില്ലാത്തവർക്കും കഴിക്കാം. രോഗമില്ലാത്തവരങ്ങ് സ്ഥിരം കഴിക്കണമെന്നില്ല, വെച്ചിരുന്ന് വല്ലപ്പോഴും കഴിക്കാം. ഇത് പണ്ട് കാലത്ത് നമുക്ക് ഈ ചെറുപ്പകാലങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആശുപത്രി മരുന്ന് ഒന്നും അധികം ഇല്ലാത്ത സമയത്തൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പനും അമ്മയും ഒക്കെ നമുക്ക് ഇതൊക്കെ ചെയ്താണ് നമ്മളെ രോഗമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അസുഖം പോലും ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ആ ഒരു രീതിയിലുള്ള ഭക്ഷണക്രമവും അന്നത്തെ രീതിയിലുള്ള ഈ ജ്യൂസിൻ്റെ കഴിപ്പുമായിരുന്നു. മെയിൻ ആയിട്ടുള്ളത് ഭരണിയാണ്. നമ്മൾ ഒത്തിരിയും ഭരണി വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭരണികളാണ്. ഈ ഭരണിക്കകത്താണ് ഇത്. അഴിച്ചെടുത്ത് വേണേൽ കാണിക്കാം. ഭരണിയിലായാലും നമുക്ക് അതിൻ്റെ അരിപ്പുണ്ട്. അരിപ്പിലാണ് അരിച്ചെങ്കിൽ വേണ്ടല്ലോ. അരിച്ചെങ്കിൽ മാത്രം ഇങ്ങനെ അരിച്ചെടുത്തിട്ടാണ് കുപ്പി നമ്മൾ കുപ്പി നിറയ്ക്കുന്നത് എടുക്കാം. അരിച്ചത് നിർത്തിയേക്കണേ. കാണണമല്ലോ. ഇതാണ് പൊതിനേഞ്ചി 1-ാം നമ്പർ. ഇതാണ് വയർ സൂപ്പർ ആകുന്നത്. ഇതിനകത്ത് ഈ പിന്നെ നമുക്ക് രക്തത്തിനകത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവൊക്കെ ഉള്ള ആൾക്കാർക്കും ഇതിലൊരു സ്പൂൺ കഴിച്ചാൽ മതി. ബീട്രൂട്ടൊക്കെ ഇതിനകത്ത് വൈനിന്റെ സ്മെല്ലുണ്ട്. വൈനിനകത്തിലെ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. വൈനിന്റെ സ്മെല്ലെന്നുണ്ടെങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലല്ലോ. വൈൻ കൊണ്ട് പരിശോധിച്ചാൽ ആൽക്കഹോൾ കണ്ടന്റ് വേണം. നമ്മുടേത് പരിശോധിച്ച് നോക്കാം, ആർക്കും പരിശോധിക്കാം. ഇങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കണമെങ്കിൽ അതിൻ്റെ അകത്തിൽ പിന്നെ ഈ സാധനത്തിൻ്റെ ഈ ഭരണിയിലാണ് അത് തെളിച്ചം വരുന്നത്. പിന്നീട് തെളിഞ്ഞേക്കുന്നത് കണ്ടില്ല, തെളിഞ്ഞിരിക്കുന്നത്. ഒരു സാധനം പോലും ഇങ്ങനെ തെളിഞ്ഞത് നമുക്ക് എങ്ങും വായിക്കാൻ കിട്ടത്തില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പനി പോലും ഒരാൾക്കും കയറി വരത്തില്ല, ഉറപ്പായിട്ടും ഞാൻ പറയാം. എന്തായാലും ജയനാമ്മ നമ്മൾ പ്രഷർ കൂട്ടി പരിചയപ്പെടുത്തുകയാണെന്ന് മാത്രമല്ല, ജയനാമ്മയുടെ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ജയനാമ്മയുടെ ഈ കാര്യം എന്നോട് വിളിച്ച് പറയുന്നതെല്ലാം പ്രവാസികളാണ് വിളിച്ച് പറയുന്നത്. അവർക്ക് ഒരുപാട് പേർക്ക് ഈ പറയുന്ന മരുന്ന് കൊണ്ട് ഒരുപാട് ഗുണം കിട്ടിയെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം പത്തനംതിട്ടയാണ് ഞാൻ എത്തിയത്. അമ്മ എന്തായാലും ഞാൻ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ വിളിക്കട്ടെ കേട്ടോ. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.